അപ്പോൾ രാവിലത്തെ ഒരു കാഴ്ച ഞാൻ നിങ്ങളെയൊന്ന് കാണിച്ചത്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇച്ചിരി താമസിച്ച് പോയി എഴുന്നേക്കാൻ. അപ്പോൾ പിള്ളേരും ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടെന്നാൽ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ലോ എന്ന് ഞാൻ ഇച്ചിരി താമസിച്ച് എഴുന്നേറ്റത്. ചേട്ടൻ എന്നെയൊക്കെ മുന്നേ നേരത്തെ എഴുന്നേറ്റ് നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെളിയിൽ കതക് തുറന്ന് വെളിയിൽ വന്നപ്പം കണ്ട ഒരു കാഴ്ചയാണ് ഭയങ്കരമായ വെള്ളം. അപ്പോൾ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര വെള്ളമെന്ന് വെച്ചാൽ ഭയങ്കര വെള്ളം. മുറ്റം നിറയെ മുങ്ങി വാരി കിടക്കുന്നതുകൊണ്ട് സിറ്റ് ഔട്ടിലോട്ട് വെള്ളം കയറുന്നുണ്ടോ? സിറ്റ് ഔട്ടിലോട്ട് വെള്ളം കയറിക്കൊണ്ടേയിരിക്കുക കണ്ടോ? അത് പെട്ടെന്ന് ഞാനിപ്പോൾ അകത്ത് പോയി അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി മൊബൈലെടുത്ത് വീഡിയോ ഓണാക്കി അത് ചെയ്ത ഒരു താമസമേ ഉള്ളൂ. കണ്ടോ? ഇരച്ച് കയറുന്നുണ്ടോ വെള്ളം? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെരയ്ക്കകത്തെല്ലാം വെള്ളം കയറും. കണ്ടോ? ഇരച്ച് തോട്ടിൽ കൂടെ ഒഴുകുന്ന കണക്കാ വെള്ളം കയറുന്നത്. ഇന്നലെയൊന്നും ഇങ്ങനെ വെള്ളമില്ല. ഇന്നലെ വേലിയേറ്റം ഉണ്ടെങ്കിലും തന്നെ ഇന്നലെയൊന്നും ഇങ്ങനെ വെള്ളമില്ലായിരുന്നു. ഇതുപോലെ പെരയിലൊന്നും കയറിയിട്ടില്ല, സിറ്റൗട്ടിലും ഒന്നും കയറിയില്ല. മുറ്റത്ത് കുറച്ച് ഭാഗം തടമുള്ള ഭാഗത്ത് മാത്രം കയറി. പക്ഷേ എന്ന് വെച്ചാൽ കൂടുതലും അടിയൂറ്റാന്ന് തോന്നുന്നു. അടിയൂറ്റും കൊണ്ടാൽ അത്ര അടിയൂറ്റല്ല, അടിയൂറ്റ് ഇന്നലെ അടിയൂറ്റിൽ ഇച്ചിരി വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ? നമ്മളിനി എന്ത് ചെയ്യും? ഇനി ചെയ്യണമെന്ന് ഒരൊറ്റ കാര്യം എന്ന് വെച്ചാൽ ഈ വീട് പൊക്കുക, സ്ഥലം കുറേ കൂടെ പോക്കുക. ഈ മാക്സിമം ഇത്രയും കിടക്കുന്ന സ്ഥലം നമുക്ക് ഇനി പൊക്കിയാൽ നമ്മുടെ വീടിന് നിരപ്പാവും, തറ നിരപ്പാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ വയ്യ. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം. ഇനി കുറച്ചുകൂടെ അങ്ങ് പൊക്കണം. കാരണം വെള്ളം കയറാതെ നമുക്ക് നടക്കാമല്ലോ. അപ്പോൾ ഈ പെരയ്ക്കകത്തൊക്കെ വേണ്ട സിറ്റ് ഔട്ടിലെല്ലാം വെള്ളമായി. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ മഴയും. ഇനി അടുക്കളയിൽ കയറിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. ഇനി എന്തുവാന്ന് നോക്കാം. നടയേട്ടാ. അപ്പോൾ ഞാൻ പുറകു വശത്തൊന്ന് പോയി നോക്കട്ടെ. ഇനി പുറകു വശത്ത് അടുക്കളയിൽ കുഴപ്പമൊന്നും ഇല്ല. കണ്ടോ? അടുക്കളയിലും കയറാൻ തുടങ്ങി വെള്ളം. വർക്കേരിയയിൽ വെള്ളം കയറിക്കഴിഞ്ഞു. ഇനി വർക്കേരിയ കയറിക്കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലും കയറും വെള്ളം. ഇതാ ഒരു വലിയൊരു സങ്കടകരമായ ഒരു കാര്യം. ഇനിയിപ്പോൾ എത്രത്തോളം കയറുമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം അതിങ്ങനെ വെള്ളം കയറുന്ന സമയത്തുള്ള പുറത്ത് കിടക്കുന്ന ജീവികളെല്ലാം ഇനി അകത്ത് കയറും, വെള്ളത്തിനകത്തൂടെ. ഇവിടെ ഒഴുക്ക് നിൽക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ അവസ്ഥ. ഇതാണ് ഈ ഒരവസ്ഥ. ഇനി എങ്ങനെ എന്ന് മാറിക്കിട്ടുമെന്നൊന്നും അറിയാൻ വയ്യ. ഈ വർഷം ഏറ്റമൊക്കെ ഒരുപാട് കുറവാണെന്നൊക്കെ പറഞ്ഞത്. അത് തന്നെയല്ല, കഴിഞ്ഞ ആ മാസത്തിലൊക്കെ ഭയങ്കര വെള്ളം ഉണ്ടാവുന്ന സമയങ്ങളാണ്. പക്ഷെ അന്നൊന്നും ഇത്രയും വേലിയേറ്റം ഇല്ലായിരുന്നു. ഇനിയിപ്പോൾ ഇത് എത്ര നാൾ വരെ നിൽക്കുമെന്നൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഞാൻ തറയിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് പറക്കി മാറ്റി വെക്കട്ട്. തറയിൽ വേറെ ഒന്നും ഇല്ല എങ്കിൽ തന്നെ ഒന്ന് മാറ്റിയെടുത്ത് വെച്ചിട്ട് ഇനി കയറുന്ന അനുസരിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ എനിക്കിതൊരു വിഷമമൊന്നുമല്ല. പക്ഷേ വിഷമമൊന്നും അല്ലെന്നല്ല, നമ്മൾ വന്നേ സഹിച്ചെങ്കിലെല്ലാം പറ്റൂ. അപ്പോൾ അതാണ്. ഇനിയിപ്പം കുറേ നേരത്തേക്ക് അടുക്കളയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാ കാര്യം. ചേട്ടൻ രാവിലെ നമ്മൾ ഇന്നലെ വലയിട്ടിട്ടുണ്ടായിരുന്നു. ആ വലയെടുക്കാൻ പോവുക രാവിലെ. അപ്പം എത്രയും വെള്ളം കൂടുതലായതുകൊണ്ട് ഞാൻ പോകുന്നില്ല, ഞാൻ ചെല്ലണ്ടെന്ന് പറഞ്ഞു. വെള്ളം ഭയങ്കര വെള്ളമില്ലേ. അപ്പം അങ്ങനെ ചേട്ടൻ ഒറ്റയ്ക്ക് പോവുക വെള്ളത്തെ. പോയി വല എടുത്തുകൊണ്ട് വരട്ടെ. മീൻ വല്ലതും ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം ചേട്ടൻ അങ്ങ് എത്താറായി. നമ്മുടെ കുളം കഴിഞ്ഞ് ഇറങ്ങാറായി. അപ്പോൾ നമ്മൾ കുറേ ദിവസം കൊണ്ട് വലയൊന്നും ഇടുന്നില്ലായിരുന്നു. അതിന് നല്ല കറിക്കെങ്കിലും എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി നമ്മൾ വല കൊണ്ടിട്ടത്. അപ്പോൾ നമ്മൾ കൊണ്ടിട്ടപ്പം ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് വിചാരിച്ച് രാത്രി എടുക്കേണ്ട, രാവിലെ എടുക്കാവുന്നു. അങ്ങനെ ചേട്ടൻ വല എടുക്കാൻ പോകുന്നത്. അപ്പോൾ വർക്കേരി മൊത്തത്തിൽ ഫുള്ളായിട്ട് നിറഞ്ഞ്, വർക്കേരി മൊത്തത്തിൽ നിറഞ്ഞ് ഓടിക്കളിക്കാം. അപ്പോൾ അതേ കണക്കായി. ഇനിയിപ്പോൾ ഈ വെള്ളം ഇറങ്ങാതെ നമുക്ക് വർക്കേരിയിൽ നിന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇനി വെള്ളം ഇറങ്ങി തേച്ച് കഴിയതിന് ശേഷം മാത്രമേ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ
അടുക്കളയിലോട്ട് കയറിക്കൊണ്ടേ ഇരിക്കുമോ വെള്ളം. ഈ കതകിനിടുക്കി കൂടെ വെള്ളം ഇങ്ങനെ അരച്ച് കയറുന്നത്. ചെറിയൊരു ഗ്യാപ്പ് കാണും എന്നുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറുക വെള്ളം ഒഴുകുന്നതിൻ്റെ ഇതുണ്ടോ. അവിടെ വരായി ഇങ്ങനെ തേച്ച് വഴി അങ്ങ് വിടാം. ഒരു 1 മണിക്കൂറോളമൊക്കെ നിൽക്കുമായിരിക്കും ഇത്. അപ്പോൾ അതൊരു വലിയൊരു കഷ്ടമാണ്. എന്ത് ചെയ്യാനാ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിലും വിഷമിക്കുക. അത് കാരണം ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഏറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുഞ്ഞുങ്ങളോട് പറഞ്ഞു, കുഞ്ഞുങ്ങൾ 2 ദിവസം അവിടെ നിൽക്കട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവന്മാരവിടെ സ്കൂള് വിട്ട് വന്ന് അവരെ വീട്ടിൽ തന്നെ ഇറങ്ങിയത് ദേവനും ശ്രീകുട്ടനും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. മുറ്റത്തൊക്കെ വെള്ളമായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ് അവിടെ നിൽക്കാൻ പറഞ്ഞു. എന്തുവാടേ? അപ്പോൾ അതാ കാര്യം. ഇവിടെ വെള്ളം ഇരച്ച് കയറുന്നുണ്ടോ ആ ഭാഗത്തുനിന്ന്. ഞാൻ വേണേൽ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. വെള്ളം ഇരച്ച് കയറുക. തോട്ടിലെ ഒഴുക്ക് പോലെ തന്നെ വെള്ളം കയറുന്നത്. കാരണം അപ്പുറത്തെ സൈഡിലെ പുരയുടെ മൊത്തവും താണ് കിടക്കുക. അപ്പോൾ അവിടെയും വെള്ളം കയറും. അപ്പോൾ അവിടെയും കൂടെ വെള്ളം കയറുമ്പോൾ നമ്മുടെ ഇച്ചിരി താഴ്ചയുണ്ടെങ്കിൽ അതിലോട്ടങ്ങ് വെള്ളം ഇരച്ച് കയറും. ഈ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ, ഒഴുകി വരും അവിടുന്ന്. പിന്നെ വേലി ഉണ്ടായതുകൊണ്ട് അവിടെ ഇവിടെയും കിടക്കുന്ന ഈ പൊടിപടലങ്ങളൊന്നും കയറത്തില്ല. പൊടിപടലങ്ങളല്ല, കുപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും വന്ന് കയറത്തില്ല. ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്ന കുപ്പികളും അതും ഇതും എല്ലാം നമ്മുടെ പുരയിടത്തിൽ വന്ന് കയറും. ഇതാണ് നമ്മുടെ ഇന്നത്തെയൊക്കെ ഒരു കാഴ്ചകൾ. ഇപ്പോഴും രാവിലെ അകത്തൊക്കെ വെള്ളം കയറി കിടന്നത് കാരണം ഒന്നും ഉണ്ടാക്കിയില്ല. രാവിലെ ഇപ്പം സമയം 7:30-8 മണിയൊക്കെ ആവാൻ പോകുന്നു. ഇതുവരെ ഞങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. കാരണം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ ഒഴിച്ച് ചായ ഇട്ട് കുടിച്ചായിരുന്നു. അപ്പം അത്രയും വെള്ളം കയറിയിട്ടില്ലായിരുന്നു. ഇപ്പം ഒരുപാട് വെള്ളം കയറി. ഇതെല്ലാം വെള്ളമായി. ഇവിടെ നേരെ വെള്ളം കയറി കിടക്കുക. അപ്പോൾ ഇനി കുറച്ച് തേയിലവെള്ളം നല്ല ഇട്ട് കുടിക്കാം എന്ന് വിചാരിച്ചു. ഇനി പാത്രം കഴുകി ഇപ്പോൾ ചായച്ചെറി എടുപ്പിച്ച് വെള്ളമൊക്കെ എടുത്ത് വയ്ക്കട്ടെ. അപ്പോഴിനി കുറച്ച് വെള്ളം മതി, 2 പേർക്ക് വേണ്ടിയുള്ള ചായ മതി. വർക്കേരിയയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം. ഏറ്റവും കൂടുതൽ വെള്ളം കിടക്കുന്ന വർക്കേരിയയിലാണ്. അപ്പം ഗ്യാസും റെഗുലേറ്റർ ചീത്തയായി പോയെന്ന് തോന്നുന്നു. ഇനി തീപ്പെട്ടി കത്തിച്ചെങ്കിലേ പറ്റൂ. തീപ്പെട്ടി കത്തിച്ചു കൊടുക്കാൻ റെഗുലേറ്റർ കത്തുന്നില്ല. അപ്പോൾ നമുക്കിനി കാപ്പി എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ ഇച്ചിരി പൊടിയൊക്കെ എടുത്ത് വെച്ച് തേങ്ങയൊക്കെ ഒന്ന് തിരികൊണ്ടിരുന്നതാണ്. ചേന കടയിൽ വരെ പോയത് പാടി വേവിക്കാൻ വേണ്ടിയിട്ട്. അതെന്താ പാലാണോ? പാല് കറ പഴുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പിന്നെ തേച്ച് വരാം കേട്ടോ. ഞാൻ നമുക്ക് കുഴക്കട്ട ഉണ്ടാക്കാനുള്ള വെള്ളം ഒന്ന് വെച്ച് സ്റ്റൗ കത്തിച്ച് വെച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കുഴക്കട്ട വല്ലതും ഉണ്ടാക്കാറുണ്ട്. ഇപ്പം മാവൊക്കെ നമ്മൾ കുഴച്ച് വെച്ചേക്കൂടെ.
വെള്ളം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഴക്കട്ടയുടെ മാവൊക്കെ എടുത്ത് വെച്ചൊന്ന് ചെറുതായിട്ട് ഉരുട്ടിയൊക്കെ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ കഴിക്കാം. ഇതൊന്ന് ഇളക്കിയൊക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പഞ്ചസാര ഉള്ളി ചേർക്കണം ഇനി ഇതിനകത്ത്. പഞ്ചസാര ചേട്ടന് ഷുഗർ ആയതുകൊണ്ട് കുറച്ച് മധുരം ചേർക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ ഒരു ശേഷം ഉപ്പൂടൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക്. കുറച്ച് പാലും കൂടെ ഒഴിച്ച് വേവിച്ച് കുഴക്കട്ട വെന്ത് റെഡിയായി നിൽക്കുക. അപ്പോൾ ഇനിയിപ്പം ചേട്ടനെ കഴിക്കാൻ കൊടുക്കണം. കാരണം വിശപ്പായി കാണും, എപ്പോഴേ വിശപ്പായിക്കണം. 8 മണിയൊക്കെ മുമ്പേ കാപ്പി കുടിക്കുന്നതാണ്. അപ്പോൾ ഇനിയിപ്പം ഇത് കൊടുത്തിട്ട് ഗുളികയൊക്കെ കഴിക്കണം. അപ്പോൾ ഇനി പോയി വിളിക്കട്ടെ ആളിനെ. അപ്പം ഇനി ഞങ്ങളിതൊന്ന് കഴിക്കട്ടെ. പൊടിയും തുടയ്ക്കണ്ട അല്ലേ? മഴ പെയ്യുന്നതുകൊണ്ട് വെള്ളം തെറിച്ചു വരും, നല്ലപോലെ വെള്ളം. ഇപ്പം അടുക്കള പോയി തേച്ച് വരിക. അപ്പം അടുക്കളയിൽ പോവാം. അടുക്കള തേച്ച് അടുക്കളയിലും വെള്ളം ഒഴിച്ചാൽ കഴുകി വിടാം അല്ലേ? ഇനി ഇവിടെ എല്ലാം വെള്ളം തെറ്റിപ്പോരാക്കും.
വെള്ളം തെപ്പുന്ന സാധനം അതാ ഒഴിഞ്ഞു പോയത്. ആ ബ്രഷ് ചൂരിന് എടുക്കണം. അപ്പോൾ നമ്മുടെ അടുക്കളയൊക്കെ ക്ലീനായി കണ്ടോ, വൃത്തിയായി. ഇനിയിപ്പോൾ അഴുക്കൊക്കെ പോയി തേച്ച് കഴിഞ്ഞ് കറണ്ട് പോയി വെട്ടയില്ല കേട്ടോ. അപ്പം ഉണ്ടോ അടുക്കളയൊക്കെ നല്ല കറണ്ട് പോയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. എല്ലാം വൃത്തിയാക്കി വെച്ചു ഞാൻ. ഇനിയിപ്പം ഇനി ചോറും കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് ഞാനും ചേട്ടനും കൂടി ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാക്കും. കറികളുണ്ടാക്കാൻ മീനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നലത്തെ ഒരു ഇച്ചിരി കക്കയുടെ തീയൽ ഉണ്ടാക്കിയായിരുന്നു ഞങ്ങൾ. അപ്പോൾ അത് ഇരിപ്പുണ്ട്. അപ്പോൾ ചോറ് വയ്ക്കണം. വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല. പിന്നെ ഇച്ചിരി തൈരൊക്കെ ഇരിപ്പുണ്ട്, അതൊക്കെ മതി. അപ്പം ഇപ്പോഴും ഭയങ്കര മഴക്കോളിങ്ങനെ കിടക്കും. അതാണ് വെള്ളം ഇറങ്ങാൻ വലിയ പാട്. മഴക്കൂരപ്പം എന്ന് വെച്ചാൽ മഴയും ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. അത് മന്ദാരം അടിച്ചിങ്ങനെ കിടക്കും. മണിയിപ്പം 11:30 സമയമായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഞങ്ങളിതൊക്കെ കഴിഞ്ഞിട്ടെന്ന് ചോറും കറികളൊക്കെ വെക്കട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ വെറുതെ നമ്മൾ എടുത്തെന്നുള്ളതേ ഉള്ളൂ. കാരണം ഈ വെള്ളമൊക്കെ കയറി കിടക്കുന്ന നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പം ഇപ്പം നമ്മൾ നല്ലപോലെയൊക്കെ തറയൊക്കെ തുടച്ച് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പം എല്ലാവർക്കും ബൈ.